ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഓൺലൈൻ ബുക്കിംഗിന്റെ പേരിൽ തുക ഈടാക്കുന്നതിൽ പ്രതിഷേധവുമായി മനുഷ്യാവകാശ പ്രവർത്തകർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നവരിൽ നിന്നും ഓൺലൈൻ ബുക്കിംഗിന്റെ പേരിൽ തുക ഈടാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മനുഷ്യാവകാശ സംരക്ഷണ സംഘടന രംഗത്ത്. സർക്കാർ സംവിധാനങ്ങൾ വഴി പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളിൽ ഇത്തരത്തിൽ അനാവശ്യമായ തുക ഈടാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് HRPM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷൺമുഖൻ മായന്നൂർ, അജീഷ് ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ അധികൃതർക്ക് പരാതി നൽകിയത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. 16-ാം തീയതി ഫാമിലിയുമായിട്ട് ഡെന്റൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഒറ്റപ്പാലത്ത് ചെന്നു. അതിന് മുന്നോടിയായിട്ട് സർക്കാർ അനുമതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹെൽത്ത് പോർട്ടൽ വഴി ഞങ്ങൾ OP ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അതുവഴി നമുക്ക് ടോക്കൺ ടിക്കറ്റ് ലഭിക്കുകയും സർക്കാർ പറഞ്ഞിരിക്കുന്ന 5 രൂപ ഫീ അടച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് എടുത്തത്. പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോൾ അവർ പറയുന്നത് ഈ ഹെൽത്ത് പോർട്ടൽ എന്ന് പറയുന്ന സംവിധാനം ഒറ്റപ്പാലത്ത് ഹോസ്പിറ്റലിൽ ഇല്ല, അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ 5 രൂപ ഫീ നമ്മൾ അടച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്നിട്ടും നമ്മളവിടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അവർ പറയുന്നത് ഇവിടെ ഉണ്ട്, പക്ഷെ പൂർണ്ണമായി സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ സൗകര്യം ലഭിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ക്യൂ നിൽക്കണമെന്നാണ് നമ്മളോട് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ക്യൂ നിൽക്കാതെ അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്നത്. എങ്കിലും ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്ന നിലയിൽ അവിടെ അനേക ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ക്യൂ നിന്നിട്ട് എടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടു, എനിക്ക് തന്നിരിക്കുന്ന ടോക്കൺ നമ്പർ അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ക്യൂ നിന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ ആ ഓഫീസുകാർ നമ്മളോട് സഹകരിക്കാനോ നമ്മളൊന്ന് കേൾക്കാനോ പോലും താല്പര്യമില്ല. നിങ്ങൾ പുതിയത് എടുക്കണം എന്ന നിലയിൽ ഞങ്ങളോട് പറയുകയും ആ സമയത്ത് ഒരു ബഹളം ഉണ്ടാക്കേണ്ട, ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾ അവരോട് സഹകരിച്ചുകൊണ്ട് പുതിയ ഒരു പോർട്ടലിൽ ഞങ്ങൾ പുതിയൊരു OP ടിക്കറ്റ് എടുക്കുകയും അവിടെ അവർ വീണ്ടും 5 രൂപ വെച്ച് ഞങ്ങളിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. 5 രൂപയുടെ പ്രശ്നമല്ല, പക്ഷേ സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഈ ഹെൽത്ത് പോർട്ടൽ എന്ന് പറയുന്ന സൗകര്യങ്ങളെ, നമുക്കുള്ള അവകാശങ്ങളെ അവിടെ ലംഘിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വീണ്ടും അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവിടുത്തെ PROടെ ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞ നേഴ്സിംഗ് സൂപ്രണ്ടൻ്റാണ് ചുമതല എന്ന് പറഞ്ഞു. അവരുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് ഈ സംവിധാനം ഇവിടെ പൂർണ്ണമല്ല എന്നുള്ള. നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഹെൽത്ത് പോർട്ടൽ പൂർണ്ണമല്ല എങ്കിൽ എന്തിനാണ് സർക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് 5 രൂപ മേടിക്കുന്നത്? അത് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൂടെ? അത് ലഭിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണല്ലോ നമ്മളൊരു 10 മണിക്ക് ഡോക്ടറെ കാണാൻ ചെല്ലുന്നത്. വീണ്ടും ഒരു നീണ്ട ക്യൂ നമ്മൾ നിൽക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് സർക്കാർ ഒരുക്കുന്ന ഈ സംവിധാനം, സർക്കാർ നമുക്ക് തരുന്ന ഈ പോർട്ടൽ സംവിധാനം അതില്ലാതാക്കുന്നത് അത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ അതോ ആ ഹോസ്പിറ്റൽ അധികൃതരുടെ പിടിപ്പുകേടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യാവകാശ പ്രവർത്തനായിരിക്കുന്ന PR ഷൺമുഖനെയും ഞാൻ ആ സമയത്ത് വിളിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ആ വിഷയങ്ങളിൽ അവിടെ ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് DMOയ്ക്ക് പരാതി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്താണ് ആ തെറ്റെങ്കിൽ അത് ഒരു എന്താ പറയുക, നമുക്കറിയാം 5 രൂപ വെച്ചാണെങ്കിൽ പോലും അനേകരുടെ കയ്യിൽ നിന്ന് അത് മേടിക്കുന്നുണ്ടല്ലോ. അതൊരു എന്താ പറയുക, ഒരു കൊള്ളയിടുന്ന ഭാഗമാണ്. അത് നിർത്തലാക്കേണ്ടതുണ്ട്. അല്ല, സർക്കാർ ഒരുക്കുന്ന ആ സൗകര്യങ്ങൾ ഓരോ മനുഷ്യന്റെ അവകാശമാണ്. അത് ലംഘിക്കുന്നത് അവിടുത്തെ അധികൃതരാണെങ്കിൽ അല്ലെങ്കിൽ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ അതിന് വേണ്ട നിയമ നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന പരാതികളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ മറുപടികൾക്കായി കാത്തിരിക്കുകയാണ്. ഓൺലൈൻ ആപ്പുകൾ വഴി ബുക്ക് ചെയ്യുമ്പോൾ പട്ടികയിലില്ലാത്ത ആശുപത്രികളുടെ പേരിൽ പോലും 5 രൂപ വീതം ഈടാക്കുന്നതായാണ് ആരോപണം. തുക ചെറുതാണെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ വലിയൊരു തുകയാണ് ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്നും കൊള്ളയടിക്കപ്പെടുന്നത്. ഈ വിഷയം ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരെ അധികൃതർ മോശമായി നേരിടുന്നതായും ഇവർ ആരോപിക്കുന്നു. വിഷയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉയർന്ന വേദികളിലേക്ക് പരാതി നൽകി ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുമാണ് സംഘടനയുടെ തീരുമാനം. സാധാരണക്കാരായ രോഗികൾക്ക് അർഹമായ നീതി ഉറപ്പാക്കാൻ ഏത് തലത്തിലും പോരാടുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് CCV.